ഗംഭീര പടമാണ്, ഗംഭീര പടം, മസ്റ്റ് വാച്ചാണ്. വെൽ മെയ്ഡ് മൂവിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഇതെന്താ ആരും ഇറങ്ങാത്ത? അവിടെ തന്നെ ഇരുന്ന് പോയിരുന്നു ആൾക്കാർ. ഗംഭീര പടാട്ടോ, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണണേ. അടിപൊളി പടാ, മസ്റ്റ് വാച്ച്, ആരും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ കാണേണ്ട പടം, അസല് പടം, വെൽ മെയ്ഡ് മൂവി. ഇത് വലിയ സിനിമയാണ്. ഞാൻ ചെറിയ സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ വലിയ സിനിമയാണ്, ഗംഭീര പടമാണ്, മസ്റ്റ് വാച്ച്. ഇത് കണ്ടിട്ട് ബിബിൻ ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അവൻ അടിപൊളിയുണ്ട്, എല്ലാവരും അടിപൊളിയുണ്ട്. പടം ഗംഭീര പടാ, അമേഴ്സിയാണ്. ഓക്കെ, അടിപൊളി. നോക്കി ഈ പ്രാവശ്യം നോക്കി, വീണ്ടും നോക്കി, ഇപ്രാവശ്യം നോക്കി. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തൂക്കുമ്പോ ക്യാമറയും തൂക്കി നീ ഇവിടെ ഉണ്ടാവണം. അല്ല, എല്ലാ സിനിമകളും ഇങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ശരിയാവും. ഇല്ലടാ, നന്നായി പോവാണ്. എടാ, നല്ല പടം, നല്ല ട്വിസ്റ്റാടാ. ഞാൻ ഇന്ന് ഫുൾ മ്യൂസിക്കിൽ കണ്ടപ്പോണ്ടല്ലോ ഞെട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്നോട് എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. നീ ബാക്കിയുള്ളവരൊക്കെ എടുത്തോ, സാധാ ഓഡിയൻസിന്റെ എടുക്ക്. അല്ല, നിങ്ങൾ ഈ പടങ്ങളിറക്കി എല്ലാം വിജയിപ്പിക്കണം, അപ്പൊ മറ്റുള്ള പടങ്ങൾക്ക് അവസരം കിട്ടുമോ? പൊന്നോ, നീ ഒരുപാട് എടാ, ഒരുപാട് നിന്റെ നീ ചെന്ന് നീ ചെല്ലേ. നല്ല മൂവിയാണ്. ശരിക്കും ഡയറക്ടർ എൻ്റെ ഫ്രണ്ട് അമൽ. സോ അമലിൻ്റെ ഒരു തുടക്കമാണ്. നല്ല ഫിലിം, എല്ലാവരും മസ്റ്റ് വാച്ച് മൂവിയാണ്. ത്രില്ലറാണ്, അങ്ങ് എൻഡ് വരെ സസ്പെൻസ്. പിന്നെ എന്താ പറയുക, സസ്പെൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെ. ഓൾ ദ ബെസ്റ്റ്. ഇവിടെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ബിപിൻ, പിന്നെ നമ്മുടെ പള്ളിപ്പാട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഗുഡ് ലക്ക് ടീം. ശരി, സൂപ്പർ. എല്ലാവരും കാണണം. വളരെ നല്ല പടമാണ്. വിജയുടെ അഭിനയം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. വലിയ സിനിമയാണെന്നാണ് പറഞ്ഞത്. ചെറിയ സിനിമയാണെങ്കിലും വളരെ മനോഹരമായ ഒരു സിനിമയാണ്, കാണാൻ കൊള്ളുന്നൊരു സിനിമയാണ്. സസ്പെൻഷൻ ആദ്യം മുതൽ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. ഇങ്ങോട്ട് പറഞ്ഞിട്ട് എക്സലന്റ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമ, എല്ലാവർക്കും ഈക്വൽ സ്പേസ് ഉള്ളൊരു സിനിമ. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഫുൾ എൻഗേജ്ഡാണ്. നമുക്ക് എവിടെയും ശ്രദ്ധ മാറാൻ തോന്നുന്നില്ല. റീ റെക്കോർഡിംഗ് ഒക്കെ ഗംഭീരം നന്നായിട്ടുണ്ട്. ബിബിൻ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഹീറോ ലൈനിലുള്ള ഇതാണ് ബിബിൻ, ജയ്സ് എല്ലാം. പക്ഷേ നമ്മൾ എല്ലാവരുടെയും സ്പേസ് കറക്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾക്ക് സിനിമ ഒരു അല്പസമയം ഒന്ന് മാറിയിരിക്കാനോ ഒരു മൊബൈൽ നോക്കാൻ അങ്ങനെയൊന്നും തോന്നില്ല. ഫുൾ എൻഗേജ്ഡാണ്. ഭയങ്കര ത്രില്ലറായിട്ട് തന്നെ നല്ല ഫീലുണ്ട്. വലിയ സിനിമ ആയതാണ്. ഞങ്ങളൊരു ചെറിയ സിനിമയായിരുന്നു. ഞങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ സിനിമ നമ്മളിപ്പോൾ കണ്ടപ്പോൾ അതൊരു വലിയ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം അത് നമ്മളിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്കത് കറക്റ്റായി. നമ്മൾ എവിടെയെങ്കിലും ബോറടിക്കുകയോ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ മോശമാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂവിയാണ്. തീർച്ചയായും സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. ഒരു പുതിയ ഡയറക്ടർ, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് വലിയൊരു സിനിമയാണല്ലേ. ബിബിൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ട് ബിബിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വളരെയധികം നന്നായിട്ട്. അതുപോലെ ജെയ്സണും ഒരു ശരിക്കും പറഞ്ഞാൽ തിലകൻ ചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജെയ്സൺ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട്.